ഈ ഓണായിട്ടും ആളുടെ മുഖത്ത് വലിയ സന്തോഷമില്ലാത്തത് വേറൊന്നല്ല. മൂപ്പരിടാൻ വെച്ചിരുന്ന ഷർട്ട് ഞാൻ അയൺ ചെയ്തപ്പോൾ കത്തിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു മൂഡൗട്ടാണ് ആൾ. അപ്പോൾ പിന്നെ ഉള്ള ഒരു നല്ലൊരു ഷർട്ട് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ ആൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ സൺഗ്ലാസ്സൊക്കെ വെച്ച് ആൾ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ താഴേക്ക് പോയി. നമ്മൾ ഓൾറെഡി ലേറ്റായി. പിന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് ഇവിടുത്തെ നമ്മളെ ഫ്ലാറ്റിലുള്ള മലയാളീസായിരുന്നു. അങ്ങനെ താഴെ പോയപ്പോൾ എല്ലാവരും വെൽ സെറ്റിൽഡ്. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് പരിപാടികളായി. അങ്ങനെ പൂക്കളൊക്കെ നമ്മളിട്ടല്ല, നമ്മൾ വരുന്നതിന് മുന്നേ എല്ലാവരും കൂടി ഇട്ടാണ്. പിന്നെ അതിൻ്റെ മുന്നിൽ കടന്നുള്ള കുറച്ച് പട്ടി ഷോ. ആ സെയിം ബിൽഡിങ്ങിലെ 4th ഫ്ലോറിലെ ഒരു ഫ്ലാറ്റിലാണ് ഈ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ സമയം കളയാനില്ല, നേരെ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും അവിടെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം നമ്മൾ ലിഫ്റ്റിൽ നിന്നും ഫ്ലാറ്റിൻ്റെ പുറത്തു നിന്നൊക്കെ അങ്ങനെ ജസ്റ്റ് കാണുമായിരുന്നെങ്കിലും സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം പരിചയപ്പെട്ടു. പിന്നെ നൈസാൻ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ മിഠായി കൊടുത്തു. എല്ലാവരും നല്ല കമ്പനിയായി. പിന്നെ ആദ്യം നമ്മൾ ഗെയിംസിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ആദ്യം ഒരു ഗെയിമായിരുന്നു. പിന്നെ ഇത് സദ്യ കഴിക്കാനിരുന്നല്ല കേട്ടോ, ഇത് ഗെയിംസ് കളിക്കാൻ വേണ്ടി ഇങ്ങനെ റൗണ്ടായിട്ടിരുന്നതാണ്. ഈ ഫസ്റ്റ് നടന്ന ഗെയിമിൻ്റെ പേര് എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല. ഇത് ഈ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ കുറച്ച് നമ്പേഴ്സ് പറയും. അപ്പോൾ നമ്മളെ കയ്യിലൊരു പേപ്പർ ഉണ്ടാവും. അപ്പോൾ ആ പേപ്പറിലെ നമ്പറും അവർ പറയുന്ന നമ്പറുമായിട്ട് മാച്ച് ചെയ്തതിനാൽ ആ നമ്പർ ആർക്കാണോ ആദ്യം എല്ലാ നമ്പറും മാച്ച് ആവുന്നത് അവരാണ് വിന്നർ. അപ്പോൾ അങ്ങനെ ഗെയിംസ് തുടങ്ങി. ഫസ്റ്റൊക്കെ ആദ്യം ഒരു നമ്പർ പോലും കിട്ടിയില്ല. പിന്നെ അവസാനം എനിക്കൊരു 10 നമ്പർ വരെ, 8 നമ്പർ വരെ കറക്റ്റായി. പിന്നെ പണ്ട് മുതലേ ഭാഗ്യം തൊട്ടടുത്ത് കൂടി പോകാത്തതുകൊണ്ട് പ്രൈസൊന്നും കിട്ടിയില്ല. അത് സൗന്ദർ എന്ന് പറഞ്ഞ ഒരാൾ, മൂപ്പര് തമിഴ്നാടാണ് ഈ റോഡ്. പക്ഷെ ആൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അവർക്കാണ് പ്രൈസ് കിട്ടിയത്. പിന്നെ അടുത്ത ഗെയിം പാസിങ് ബോളായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബോൾ ഇല്ലാത്തതിനെ കൊണ്ട് ഫ്ലാഗ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ പിന്നെ നമുക്കതിനെ പാസിങ് ഫ്ലാഗ് എന്ന് പറയാം. അങ്ങനെ ഗെയിംസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി. നല്ല രസമായിരുന്നു ഗെയിംസ്. അങ്ങനെ കളിച്ച് കുറച്ച് പേരൊക്കെ ഔട്ടായി. അങ്ങനെ അവസാനം നമ്മൾ 8 പേരായപ്പോൾ ഗെയിംസ് കണ്ടിന്യൂ ആയി. അങ്ങനെ ഫൈനലി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് 2 പേര് മാത്രം. ആൻഡ് ഫൈനലി ആദ്യത്തെ ഗെയിമിൽ വിന്നറായ സൗന്ദറിൻ്റെ വൈഫ് തന്നെയാണ് ഈ ഗെയിമിൽ വിന്നറായത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒട്ടും സമയമില്ലാണ്ട് നേരെ സദ്യയിലേക്ക് കടന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 1:30 മണിയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നെയ്ച്ചോറ് പിന്നെ അധികം ഒന്നും കഴിക്കൂല, അവൻ കുറച്ച് മാത്രം കഴിച്ചു. ഒരു പഴം തിന്നു, പിന്നെ ആ പപ്പടം കൂടെ കഴിച്ചു തീർത്തു. അങ്ങനെ ഫുഡാടിയും പരിപാടിയൊക്കെ ആയി ഇങ്ങനെ മുന്നോട്ട് പോയി. നല്ല സദ്യയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു സദ്യ. പിന്നെ സദ്യ കഴിഞ്ഞ് അടുത്ത ഗെയിംസിലേക്ക് പോയി. ഈ ഗെയിം സുന്ദരിക്ക് പുട്ടുതൊടൽ. ഇത് ഞാനും ആദ്യമായിട്ടാണ് കളിക്കുന്നത്, നൈസാനും ആദ്യമായിട്ടാണ് കളിക്കുന്നത്. പക്ഷെ എൻ്റെ വൈഫ് ഇത് കളിച്ചിട്ടുണ്ട് മുന്നേ. ഇവിടുന്ന് പ്രൈസൊക്കെ വാങ്ങിയെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചും പിള്ളേരും കൂടെ കുറച്ച് അവിടെ ഉണ്ടായിരുന്ന പൂവും ഇതൊക്കെ പിറക്കി കുറച്ച് കളിച്ചു. പിന്നെ സുന്ദരിക്ക് പുട്ടോടൽ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ജോൺസ് ആൻഡ് ഫാമിലി ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഗെയിം, വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു.
ആക്ച്വലി അവർ ഗൈഡ് ചെയ്യും. നീ നേരെ കുത്തിക്കണം. ഒന്നും കാണുന്നില്ല. പറഞ്ഞ മതി മതി. ഹലോ ഹലോ ഇപ്രാവശ്യം കപ്പടിച്ച മോനെ. ഒരു കോടി എന്റെ പൊന്നെ. അങ്ങനെ എല്ലാ ഗെയിംസും കഴിഞ്ഞു. അങ്ങനെ പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായി. കുട്ടികളാണ് പ്രൈസൊക്കെ കൊടുത്തത്. അങ്ങനെ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി എല്ലാ ഗിഫ്റ്റും കൊണ്ടുപോയത് സൗന്ദര്യൻ ഫാമിലിയാണ്. അവർക്കാണ് എല്ലാത്തിനും പ്രൈസ് കിട്ടിയത്. അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. നൈഷാവൻ്റെ ബുക്സൊക്കെ തുറന്നു നോക്കി. ഡ്രോയിങ് ബുക്കും കളർ ക്രയോൺസൊക്കെ കിട്ടിയിരുന്നു. ആൻഡ് ഫൈനലി